നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. ഗുഡ് പാരൻറ്റിങ് എന്നാണ്. ഈ പക്ഷിയെ നിങ്ങൾ നോക്കുക. ഈ പക്ഷി ഉണ്ടല്ലോ, ആ പുഴുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വാ തുറന്ന് പിടിക്കുകയാണ്. കാരണം ആ പുഴു അതിൻ്റെ വായിലേക്ക് കയറും എന്നുള്ള ഒരു കാര്യമാണ്. അതിന് അങ്ങനെ അറിയുള്ളൂ. കാരണം അതിൻ്റെ അമ്മ പക്ഷി അതിൻ്റെ കൂട്ടിൽ എന്താ ചെയ്ത് കൊടുക്കണേ, അതിന് കൃത്യമായിട്ട് വായിലാഹാരം വെച്ച് കൊടുക്കുന്നു. അല്ലാതെ കൃത്യമായിട്ട് പാരൻറ്റിങ്ങിലേക്ക് എത്തുന്നില്ല. ഇതാണ് ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കാവുന്ന രീതിയാണ്. പക്ഷെ അത് വലുതാകുമ്പോഴത്തേക്കും അതിന് സ്വയം ഈ പറയുന്ന ഈ പുഴു അതിൻ്റെ വായിലേക്കത്തേക്ക് കയറുമെന്ന് വിചാരിച്ച് കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ എത്രയോ ദിവസങ്ങളിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബോക്സ് ഇല്ലാണ്ട് ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്, നോട്ട് ബുക്ക് ഇല്ലാണ്ട് പുറത്ത് വന്നിട്ടുണ്ട്, ഫീസ് കൊടുക്കാൻ കഴിയാത്ത സമയത്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഇപ്പോൾ ഉള്ള കുട്ടികൾക്കില്ല. ഇപ്പോൾ ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. 3 നേരം ഭക്ഷണം കിട്ടാത്ത സമയങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് കുട്ടികൾക്ക് തുറക്കുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങളോ അവർക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഭക്ഷണവും എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് കൃത്യമായിട്ട്. അങ്ങനെ വളരുന്നൊരു കുട്ടി ഒരു സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടും എവിടെ ചെന്നാലും. ആ കുട്ടി കൃത്യമായിട്ട് ഒരു ആൻസൈറ്റിയും അതുപോലെ തന്നെ ഒരു കുട്ടി എന്നെങ്കിലും ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. എന്തുകൊണ്ടാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? പണ്ടൊന്നും ഇത്രയും ആത്മഹത്യകൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾ ചെയ്തിരുന്നില്ല. ഇന്ന് പക്ഷേ കൂടുതലാണ് ആത്മഹത്യ. കുട്ടികൾക്കിടയിൽ തന്നെ ആത്മഹത്യകൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഗുഡ് പാരൻറ്റിങ്ങിൻ്റെ കുറവാണ്. എല്ലാം അവർക്ക് വേണ്ടതെല്ലാം നാം എത്തിച്ചു കൊടുക്കുന്നു. ഇപ്പം ഗുഡ് പാരൻറ്റിങ് എന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവർ തുറക്കുമ്പോൾ തന്നെ എല്ലാം കൊടുക്കുന്നു. അതല്ല, അവനെ എല്ലാം നേടാൻ പ്രാപ്തനാക്കി വളർത്തിയെടുക്കേണ്ടതാണ്. അതാണ് ഗുഡ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.